മുജാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ത് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അതേ, ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതേ, ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതേ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതേ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ, ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്ത എന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ? അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ? എങ്കിൽ അവരും ഞാനും കൂടി ചേർന്ന് എഴുതിയതിൽ എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതിവെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിലതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ? വ്യക്തമാണ്. വ്യക്തമല്ല, ഇതിന്റെ പേരാ ഗതികേട്. വ്യക്തം എന്നല്ല, ഇതിന്റെ പേരാണ് ഗതികേട് എന്നുള്ളത്. കാരണം കൃത്യമാണ് ഇവിടെ ആദർശം, വ്യക്തമാണ് നിലപാട്. ഇവിടെ എന്തിനാ ഈ കൊച്ചിയിൽ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കേൾപ്പിക്കുന്നത്? പാവം ആ ഹുസൈൻ സലഫി എവിടെങ്കിലും മൂപ്പര ഔങ്ങി നടക്കുകയാണ്. ഇതുവരെ സൂറത്തുൽ അൻആമിലെ 128 ആയത്തോതിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ലാതെ വല്ല മഞ്ഞക്കല്യാണമോ മറ്റെന്തെങ്കിലും കേസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നടക്കുന്ന സാധുവാണ് അദ്ദേഹം. എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങോട്ട് വലിച്ചിട്ട്? ഇതൊക്കെ പതുക്കെ ഔങ്ങി പോവല്ലേ? എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വലിച്ചിട്ടത്? ഇവിടെ നടത്തിയ ഈ കൊച്ചിയിൽ നടത്തിയ കൃത്രിമങ്ങളിൽ ഒരു കൃത്രിമമാണിത്. അത് പറയാൻ പടച്ചോൻ ഒരു തൗഫീഖ് ഉണ്ടാക്കലാണ്, റബ്ബ് തൗഫീഖ് ഉണ്ടാക്കല. ഒന്നിവിടെ നടത്തിയ കൃത്രിമം എന്താണെന്നറിയോ? ദാ ഈ ഇസ്ലാഹിൽ എഴുതിയ ലേഖനമാണ് വിവാദം. ജബ്ബാർ മൗലവി എഴുതിയ ലേഖനമാണ് വിവാദം. ഈ ലേഖനത്തിലാ ഉള്ളത് കേട്ടോ. എന്ത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തൻ്റെ മുൻപിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്നെഴുതിയത്. അഥവാ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാള് വഴിയറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നു, ഇയാൾ മനസ്സിലാക്കേണ്ടത് ജിന്നുണ്ടാക്കിയ ശബ്ദമാണ്. അതിനെ ഒന്നിവിടെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് അങ്ങനെ ശബ്ദം കേട്ടാൽ ജിന്നാന്ന് വിചാരിക്കണം എന്ന് എഴുതിയ ജബ്ബാർ മൗലവിയാ. ബോധമുള്ളവർ വിചാരിക്കില്ല എന്നിവിടെ പറയാൻ. ബോധമില്ലാതെ എഴുതിയത് ജബ്ബാർ മൗലവിയാണ് അല്ലേ? ഈ ലേഖനം ഇവിടെ എഴുതി, എന്നിട്ട് ഇവിടെ നടത്തിയ ഒരു കൃത്രിമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം ഇവിടെ ഉന്നയിച്ച നമ്മുടെ ഹാരിസ്, അദ്ദേഹത്തോട് ഇവിടെ നിന്ന് എഴുന്നേറ്റ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം പറയാണ്, നിങ്ങൾ ആ ലേഖനം മുഴുവനും വായിച്ചിട്ടുണ്ടോ?
അപ്പോൾ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ മുഴുവൻ വായിച്ചിട്ടില്ല. അപ്പോൾ മൗലിദിലെ വരികൾ തെറ്റാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപപങ്കില നൗകവാഹനമിൽ സവാരി നടത്തി ഞാൻ പാവന പറുദീസയാക്കണം എൻ മനം നബി ധന്യവാൻ. അല്ലെങ്കിൽ കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ മുഹമ്മദ് നബിയോട് പൊറുക്കൽ ചോദിക്കുന്നത് കേട്ടാൽ അത് തെറ്റാന്ന് പറയണമെങ്കിൽ മുഹീദ്ദീൻമാലയും അതുപോലെ തന്നെ മങ്കൂസ് മൗലിദും അതുപോലെ തന്നെ മുഴുവൻ കിതാബും ഈ മൗലിദ് കിതാബ് മുഴുവൻ ഓതി നോക്കിയിട്ടേ ഇത് തെറ്റാന്ന് പറയാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ എന്ന് ആരിസ് തിരിച്ചു ചോദിച്ചു. മൗലിദിലെ ഒരു വരി അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ മൗലിദ് മുഴുവൻ ഓതി നോക്കണോ? അപ്പോൾ ഈ ലേഖനം അതിൽ നിന്ന് ഉദ്ധരിച്ച വരികൾ ചോദിച്ചപ്പോൾ ഹാരിസ് ചോദിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ആ ലേഖനം മുഴുവൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന കൗമ് വിചാരിക്കണമെന്നറിയോ, ഈ ലേഖനം മുഴുവൻ വായിച്ചാൽ അതിനെതിരായതെന്തോ അതിലുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞു വായിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ വാചകയിലുണ്ടോ? ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഈ സദസ്സിലുള്ള ആർക്ക് വേണമെങ്കിലും, ഇത് ഫോട്ടോ കോപ്പി ഒന്നുമല്ല, ഈ 2007 ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന ഈ ലേഖനം വായിക്കാൻ തരാം. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 2 പേജേ ഉള്ളൂ. ഇതിനെതിരായത് എന്തെങ്കിലും ആ ലേഖനത്തിലുണ്ടോ? തുടക്കത്തിലുണ്ടോ? ഒടുക്കത്തിലുണ്ടോ? ഇസ്ലാഹ് മുഴുവൻ വായിച്ചു നോക്കൂ ഇത്. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. ഈ ജബ്ബാർ മൗലവി ഏറ്റവും അധികം നസീഹത്തോടെ, ഹുസ്നുല്ലന്നോടെ, നല്ല വിചാരത്തോടെ സംസാരിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു ഞാൻ ചന്ദ്രൂര്. അവിടെ പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തി ഞാൻ ഇസ്ലാഹ് എടുത്ത് ചോദിച്ചു പല തവണ അദ്ദേഹത്തോട്, മൗലവി നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, അനസേ ഞാനതിൽ തേടണമെന്നോ തേടേണ്ടതാണെന്നോ പറയുന്നില്ല. എനിക്കങ്ങനെ ഒരു വാദമില്ല. ഞാൻ അമ്പലക്കടവിന് മറുപടി പറഞ്ഞതാണ്. എനിക്കത്രയുള്ളൂ. അല്ലാതെ ജിന്നുകളോട് സഹായം തേടുന്ന വിഷയമൊന്നും എന്നെ ബാധിക്കുന്നില്ല. അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലവിക്ക് വേണ്ടി ഘോരഘോരം സംസാരിച്ച ആളാണ് ഞാൻ. സംശയമില്ല. ഇസ്തിഖാമയിൽ ചന്ദ്രൂര് പരിപാടി വെച്ച് അദ്ദേഹത്തെ ഇരുത്തി, അദ്ദേഹത്തെ മുന്നിൽ ഇസ്ലാഹ് എടുത്തുകൊണ്ട് സംസാരിച്ച ആളാണ് ഞാൻ. കാരണം നമ്മൾ ഹുസ്നുല്ലന്നാണ്. ഇദ്ദേഹം നല്ല രൂപത്തിൽ എഴുതി എന്തോ ഒരു വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതോ അദ്ദേഹം ക്ലാരിറ്റി വരുത്തേണ്ടതോ ആയ ഒരു നിലപാടാണെന്ന നിലയിൽ സംസാരിച്ചു, വാദിച്ചു. പക്ഷേ ആ സന്ദർഭത്തിലാണ് ഹുസൈൻ സലഫി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സംസാരിക്കുന്നത്, ഇത് ഗൗരവമാണ്, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ജബ്ബാർ മൗലവി ഉള്ളത്. അതുകൊണ്ട് ജബ്ബാർ മൗലവിയെ കൊണ്ടത് തിരുത്തിക്കണം. കരിവമ്പോയിലുണ്ട് സാക്ഷിയായി. അദ്ദേഹവുമായി ഇരുന്നു, തലേ ദിവസം ഇരുന്നു, തിരിച്ചും മറിച്ചും വായിച്ചു. അപകടകരമായൊരു വാദമാണത് എന്ന് ഹുസൈൻ സലഫിയാണ് എന്നെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ജബ്ബാർ മൗലവി, അപകടകരമായ വാദമാണിത് എന്ന് മാത്രം അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗങ്ങളൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് ജബ്ബാർ മൗലവിയെ കണ്ട് തിരുത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. ഇവരതിനിപ്പോൾ പറയുന്ന ന്യായം എന്നറിയോ? ജബ്ബാർ മൗലവിയോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഖഫാ നീങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ പോയിട്ട് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട് അപ്പുറത്ത്. നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കാണാൻ കഴിയും അവിടെ ചെന്നാൽ. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലൈറ്റ് നോക്കി നിന്നു എന്നാണ്. കളവാണാ പറയുന്നത്. ഞാൻ മാത്രമല്ല, ഹുസൈൻ സലഫിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഫ്ലൈറ്റ് കാണാൻ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ജബ്ബാർ മൗലവി ഉണ്ടായിരുന്നു. കാരണം അന്ന് ജബ്ബാർ മൗലവിയുടെ വീടിനകത്ത് ഞങ്ങളാരും കയറിയിട്ടില്ല, അതിനകത്താരും ഇരുന്നിട്ടില്ല. കാരണം അന്ന് ജബ്ബാർ മൗലവിയുടെ വീടിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുകയാണ്, സിമെന്റ് തേപ്പ് നടക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സാഹചര്യമില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പുറത്ത് ഒരു മാവിൻ്റെ ചുവട്ടിൽ കസേരയിട്ടായിരുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നാ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലേഖനം അബദ്ധമാണ് എന്നും അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയുടെ വാദം അപകടകരമാണ് എന്നും ആദ്യമായി പറഞ്ഞ ആൾ ഹുസൈൻ സലഫിയാണ്. എന്നെ ബോധ്യപ്പെടുത്തിയ ആൾ ഹുസൈൻ സലഫിയാണ്. എന്നെ വിളിച്ചു കൊണ്ടുപോയത് ഹുസൈൻ സലഫിയാണ്. ജബ്ബാർ മൗലവിയെ കൊണ്ട് തിരുത്തിക്കണമെന്ന് പറഞ്ഞതും ഹുസൈൻ സലഫിയാണ്. കാര്യം ആ സമയത്ത് ഞാൻ ഇതിനു വേണ്ടി ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഘോരഘോരം ഇവർ നല്ലവരാണ്, ഇവരെല്ലാവരും തൗഹീദിന് എതിരെ സംസാരിക്കാത്തവരാണ്, ഇവർ തൗഹീദിന്റെ ധ്വജവാഹകരാണ് എന്ന നമ്മുടെ ഹുസ്നുൽ തന്നെ. പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലായത് സൂഉൽ തന്നായിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ഞാൻ തൗബ ചെയ്തത്, ഒരാളെയും പേടിക്കാതെ ഞാൻ തൗബ ചെയ്തത്. ഈ വളരെ പിഴച്ച വിശ്വാസം പേറിയ മനുഷ്യരെ
അത് കൊണ്ട് നടന്ന മനുഷ്യരെ ഞാൻ പേറി അതിന് പരസ്യമായി ഞാൻ തൗബ ചെയ്യുന്നു. അത് അബദ്ധമാണ്, ഈ വിശ്വാസം ഞാൻ പേറിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല. നിങ്ങളെപ്പോലെ വേണമെങ്കിൽ എനിക്ക് കാപട്യം കാണിക്കാമായിരുന്നു. ഞാൻ കാപട്യം കാണിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ വലാലത്ത് എഴുതിയത് എവിടുന്നാണെന്ന് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ 2002 കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായി സലഫി ലോകത്തെ തകർക്കാൻ കൊണ്ടുവന്ന ഉച്ചിഷ്ടമായിരുന്നു ഈ ജിന്നുവാദമെന്ന് ഇന്ന് തെളിയിക്കാനും സമർത്ഥിക്കാനും കഴിയും എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കി ഹുസൈൻ സലഫിയോടൊപ്പം പോയി ജബ്ബാർ മൗലവിക്കൽ. ഇനി ഇദ്ദേഹം പറഞ്ഞെന്താ, എൻ്റെ ഖഫാ ഉമാറി. ഇത് പണ്ട് സക്കരിയ മൗലവി പറഞ്ഞപ്പോൾ 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ മറുപടി യൂട്യൂബിലുണ്ട്. ആലുവിൽ വെച്ചുകൊണ്ട് പറഞ്ഞ മറുപടി യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പോൾ വീണ്ടും അത് തന്നെ എടുത്ത് കൊച്ചിയിൽ വന്ന് ആവർത്തിച്ചാൽ സഹോദരങ്ങളെ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയും, വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയും, ആർജവത്തോടെ നിങ്ങളെ നേരിടാൻ എനിക്ക് കഴിയും. ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഓജസ്സുള്ള ഒരുത്തനുണ്ടെങ്കിൽ, വിസ്റ്റം വിഭാഗത്തിൽ ഓജസ്സുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുമായി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കൂ, ധൈര്യത്തോടെ തെളിയിക്കൂ. അതിൻ്റെ ഫുൾ ചെലവും മുഴുവൻ ചെലവും വ്യക്തിപരമായി ഞാൻ വഹിച്ചുകൊള്ളാം. പക്ഷേ എനിക്കറിയാം ആ വിഷയം സംസാരിക്കാൻ ഹുസൈൻ സലഫി പോയിട്ട് ഹുസൈൻ സലഫിയുടെ ഒരു ഏജന്റ് പോലും ഈ വിഷയം സംസാരിക്കാൻ എൻ്റെ മുന്നിൽ നിൽക്കില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. കളവ് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുകയോ? സാധ്യമല്ല. അതൊക്കെ പണ്ട് നടക്കുമായിരുന്നു, ഇന്നതൊന്നും നടക്കൂല. ഇനി എന്താ സംഭവിച്ചത്? ജബ്ബാർ മൗലവിക്കൽ പോകുന്നു, എന്നിട്ട് പറയുന്നു ഇത് അബദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞോട്ടെ, എന്ത്? ആളുകൾ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നു മൗലവി, നിങ്ങളുടെ വാചകത്തെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, ആളുകൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദം നമുക്കുണ്ട് എന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് ഒരു വിശദീകരണം അതിന് കൊടുക്കണം. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഹുസൈൻ സലഫിയെ പോലെയുള്ള ഒരാള്, ഒരു ക്രൗഡ് പുള്ളറായ ഒരാള്, വലിയ വായിലായ ഒരാള് മെനക്കെട്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ഷാർജയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരണമെങ്കിൽ ചിലവെത്രയാ നമ്മുടെ സംഘാടകർക്കറിയാം. ആ രൂപത്തിൽ ഇവിടെ വന്ന് ജബ്ബാർ മൗലവി വീട്ടിൽ ചെന്നിരുന്ന് ജബ്ബാർ മൗലവിയോട്, മൗലവി ഈ വാചകത്തിൽ ഒരു വാചകം തൗഹീദിനെതിരായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്, നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ, തൗഹീദ് പറയാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ജബ്ബാർ മൗലവി എന്താ ചെയ്യേണ്ടത്? അദ്ദേഹമല്ലേ മറുപടി എഴുതേണ്ടത്? അദ്ദേഹമല്ലേ മറുപടി എഴുതേണ്ടത്? ജബ്ബാർ മൗലവിയുമായി ഒന്ന് സംസാരിച്ചിട്ട് ഹുസൈൻ സലഫി പറയട്ടെ, ജബ്ബാർ മൗലവി അതിനൊരു വിശദീകരണം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ആളുകളുടെ മുന്നിൽ ഇതാ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അതൊന്നുകൂടി വിശദീകരിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് ജബ്ബാർ മൗലവി അത് തിരുത്തിയില്ല? ജബ്ബാർ മൗലവി നിങ്ങളെ ആട്ടിവിട്ടു, ജബ്ബാർ മൗലവി നിങ്ങളെ ആട്ടിവിട്ടു. ഇറങ്ങിപ്പോകേണ്ടി വന്നു നിങ്ങൾക്ക് ജബ്ബാർ മൗലവി വീട്ടിൽ നിന്ന്. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിരാശനായി തലകുനിച്ച് ജബ്ബാർ മൗലവിയുടെ കുന്നിൻ മുകളിലെ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങി തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്നു? ആരായിരിക്കുന്നത്? ഷാർജയിൽ നിന്ന് വന്ന ഹുസൈൻ സലഫി അപമാനിതനായി ജബ്ബാർ മൗലവി വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ തുറക്കൽ പള്ളിയുടെ അകത്ത് സ്ത്രീകൾ നിസ്കരിക്കുന്നിടത്ത് വന്ന് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? നിങ്ങൾ തൗഹീദിനെതിരെ ഒരു സംഗതി ഇതാ വന്നിരിക്കുന്നു, അതുകൊണ്ട് മൗലവി നിങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി ജബ്ബാർ മൗലവിക്ക് ചെന്നപ്പോൾ എന്താ ജബ്ബാർ മൗലവി പറഞ്ഞത്? എനിക്ക് പറ്റൂല എന്നാണ്, ഞാൻ കൊടുക്കൂല എന്നാണ്, ഞാൻ തരില്ല എന്നാണ്. ശരിയാണോ മൗലവി? വിശദീകരിക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങളെ ആട്ടിവിട്ടു? എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു? എന്തുകൊണ്ട് തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ മണിക്കൂറുകൾ വന്നിരിക്കേണ്ടി വന്നു? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്റ്റം വിഭാഗത്തിൻ്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തേണ്ടിടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യന്മാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോളന്നില്ല, ബഡാ മൗലവിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ജബ്ബാർ മൗലവിയെ ഇറക്കി വിട്ടു, തുറക്കൽ പള്ളിയിൽ വന്നിരുന്നു. അവസാനം ഖാദർ ഹാജിയെ വിട്ടു, അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു. എന്തിനാണ് അങ്ങകലെ ഇടവണ്ണയിൽ കിടക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയെ തുറക്കൽ പള്ളിയിലേക്ക് എന്തിനാ വിളിപ്പിച്ചത്? ജബ്ബാർ മൗലവി എന്ന് പറയുന്ന മെരുങ്ങാത്താനയെ മെരുക്കാൻ അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിക്കേണ്ടി വന്നില്ലേ? ജബ്ബാർ മൗലവി
അവിടെ വീട്ടിൽ നിന്നിറങ്ങി, ജബ്ബാർ മൗലവി വീട്ടിൽ നിന്നിറക്കി, അവിടെ നിന്ന് താഴെ ഇറങ്ങി തുറക്കപ്പള്ളിയിൽ വന്നിരുന്നു. അവിടെ അബ്ദുറഹ്മാൻ സലഫി വരുന്നത് വരെ കാത്തിരുന്ന് എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് ഹുസൈൻ സലഫി പറഞ്ഞൊരു വാചകമുണ്ട്, ജബ്ബാർ മൗലവി പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനസും ഞാനും ഖാദർ ഹാജിയും ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറ്റാക്കോ മറ്റോ വന്നാൽ അതിൻ്റെ കാരണക്കാർ നമ്മളാണെന്ന് പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തിയാലല്ലാതെ നമുക്കിവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് വിറച്ചുകൊണ്ട് ഹുസൈൻ സലഫി എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത കടയിലെ മാടക്കടയിൽ പോയി ചായ കുടിച്ച് തിരിച്ച് വീണ്ടും വന്ന് തുറക്കപ്പള്ളിയിൽ ഇരുന്ന് കാത്തിരുന്ന് അവസാനം അബ്ദുറഹ്മാൻ സലഫിയെ വിളിക്കാൻ ആള് പോയി. വണ്ടി വിട്ട് അബ്ദുറഹ്മാൻ സലഫി വിളിപ്പിച്ചു, പള്ളിക്കുള്ളിൽ കയറ്റിയിരുത്തി. വീണ്ടും ഈ ഇസ്ലാഹും ലേഖനവും എടുത്തിട്ട് ജബ്ബാർ മൗലവിയുമായി സംവദിച്ച് തർക്കിച്ച് ജബ്ബാർ മൗലവി വീണ്ടും അതിനോട് ഖണ്ഡനം നടത്തി. അവസാനം വളരെ ശക്തമായി അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു. തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാടുകൊണ്ട് വലിയൊരു സമൂഹം പിഴച്ചു പോകാൻ സാധ്യതയുള്ള വിഷയമാണ് മൗലവി എന്ന് പോലും ആ പള്ളിക്കകത്തിരുന്ന് പറഞ്ഞിട്ട് പോലും ജബ്ബാർ മൗലവി തിരുത്തിയോ? തിരുത്തേണ്ട വിശദീകരണം കൊടുത്തോ? ഹുസൈൻ സലഫി പറയണം, ഈ സമുദായത്തോട് പറയണം, എന്തിനാണ് ഇത്രയും കാലം ഈ കള്ളക്കുപ്പായമിട്ട് മാന്യനായി നിങ്ങൾ സമൂഹത്തോട് സത്യം തുറന്നു പറയാതെ അവങ്ങി നടക്കുന്നത്? ഇത് തൗഹീദിന്റെ വിഷയമല്ലേ? ഇത്രയും നേരം അന്ന് രാത്രിയിൽ, അതേ തലേന്ന് രാത്രിയിൽ വീട്ടിലെത്തേണ്ട ഞാൻ വീട്ടിൽ പോകാതെ, വീട്ടിൽ വരാതെ ഹുസൈൻ സലഫിയോടൊപ്പം നിന്ന് പിറ്റേന്ന് നേരം വെളുത്ത് കാത്തിരുന്ന് തുറക്കൽ പോയി ജബ്ബാർ മൗലവിയുമായി മണിക്കൂറുകൾ സംസാരിച്ച് വൈകുന്നേരമായി മെരിങ്ങാതെ വന്നപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ച് മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. അവസാനം രാത്രിയിൽ നമ്മൾ പിരിഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് ഒരു വിശദീകരണമെങ്കിലും ജബ്ബാർ മൗലവിയെ കൊണ്ടെഴുതിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സാധിച്ചോ? കളവ് പറയുമ്പോൾ ഒക്കണ്ട മൂലമരെ അത് പരസ്പരം ഒപ്പിച്ചിട്ട് പഠിച്ചിട്ട് വന്ന് കളവ് പറയണ്ടേ? ഏതെങ്കിലും ഒരു തരത്തിൽ ന്യായമുണ്ടോ നിങ്ങൾ പറയുന്നതിൽ? അത്രയും നേരം ഹുസൈൻ സലഫി സംസാരിച്ചിട്ട് ജബ്ബാർ മൗലവി തിരുത്തിയോ? മറുപടി പറയണം. ഹുസൈൻ സലഫി പറയണം, ജബ്ബാർ മൗലവി തിരുത്തിയോ? മറുപടി പറയണം. ഹുസൈൻ സലഫി മറുപടി പറയണം. കളവും കൊണ്ട് ഈ സമുദായത്തിനിടയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്കറിയാം നിങ്ങളെ എങ്ങനെയാ നേരിടേണ്ടത് എന്ന്. നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ നിങ്ങളെ പറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. രണ്ടാമത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏഴെടുത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ പറപ്പിക്കും ഞങ്ങൾ. സംശയം വേണ്ട, അത് ഞങ്ങളുടെ ആത്മബലമാണ്, അഭിമാനബോധമാണ്. അതുകൊണ്ട് ഹുസൈൻ സലഫി അദ്ദേഹം ആർജവമുള്ള ആളാണെങ്കിൽ ആഖിറത്തിൽ പടച്ചവന്റെ മുന്നിൽ വന്ന് വിചാരണയ്ക്ക് നിൽക്കുന്നതിന് മുമ്പ് ഈ സമുദായത്തോട് നിങ്ങൾ തുറന്നു പറയണം. ഇത്രയും ആത്മാർത്ഥമായി മണിക്കൂറുകൾ ചെലവഴിച്ച് ആ ജബ്ബാർ മൗലവിയോട് സംസാരിച്ചിട്ട് ഒരക്ഷരം കൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം തരാനോ തിരുത്താനോ അദ്ദേഹം തയ്യാറായോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തയ്യാറായില്ല? ആളുകൾ തൗഹീദിന്റെ വിഷയത്തിൽ പിഴച്ചാലും ശരി ഞാനൊരു വിശദീകരണവും തരില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണോ ജബ്ബാർ മൗലവി? അതല്ല, സമൂഹത്തോട് നസീഹത്തോടെ വന്ന് ഉടൻ തന്നെ വിശദീകരണം എഴുതി തന്ന് ഹുസൈൻ സലഫിയെയും അനസിനെയും അതുപോലെ തന്നെ അവിടെ ചെന്ന മറ്റ് അതേ അബ്ദുൽ ഖാദർ ഹാജിയെ പോലെയുള്ള ആളുകളെ അതേ സംതൃപ്തിപ്പെടുത്തി തിരിച്ചു മടക്കിയായിക്കാണോ ചെയ്തത്? മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, വിശദീകരിച്ചില്ലെന്ന് മാത്രമല്ല, വിശദീകരണം ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, തിരുത്താൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം വാശിക്ക് നിന്നു. ശരിയല്ലേ? ശരിയാണ്. അവസാനം ചൂടായി സംസാരിക്കുന്ന ജബ്ബാർ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ തിരുത്താതിരിക്കോ. അദ്ദേഹം ദേഷ്യം പിടിച്ച് പറഞ്ഞതാ. ഞങ്ങളത് മസലയാക്കി എടുത്തു, ഒരു വിശദീകരണം എഴുതിയതിനു ശേഷം ഞാനാണത് എഴുതിയത്, ഹുസൈൻ സലഫി ഇരുത്തിയാണ് എഴുതിയത്. ആ എഴുതിയത് അങ്ങനെ പ്രസിദ്ധീകരിച്ചോ ഇസ്ലാഹ്? നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാഹിൽ അത് പ്രസിദ്ധീകരിച്ചു എന്ന്. എത്ര തട്ടിപ്പ് നടത്തിയതില് അതങ്ങനെ തന്നെ ഇസ്ലാഹിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയാൻ ഹുസൈൻ സലഫിക്ക് ധൈര്യമുണ്ടോ? ഇതാണ് പ്രസിദ്ധീകരിച്ചത്, ഇത് ഫൈസൽ മുസ്ലിയാർ കൊണ്ടുതന്ന വടിയാണ്. എനിക്കറിയാം ഇത് ഹുസൈൻ സലഫിക്ക് പെരുക്കാൻ തന്നെ തന്നതാണെന്നറിയാം. കാരണം അദ്ദേഹം അനങ്ങാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പെട അദ്ദേഹത്തിനും കിട്ടട്ടെ എന്ന ഫൈസൽ മുസ്ലിയാരുടെ കുബുദ്ധിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ തന്ന വടി കൊണ്ട് ഞാൻ പിടക്കുകയാണ്. അതെ കേട്ടോ, ഞങ്ങൾ എഴുതി കൊടുത്ത രൂപത്തിൽ, നിങ്ങൾ വായിച്ച് അംഗീകരിച്ച രൂപത്തിൽ, അബ്ദുറഹ്മാൻ സലഫിയെ കാണിച്ച രൂപത്തിലാണോ ഈ ഇസ്ലാഹിൽ അതിന് വിശദീകരണം വന്നത്? എങ്ങനെയാ വന്നത് പോലും വായനക്കാർക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ഭാഗത്ത് ഷമീർ കുറ്റിപ്പുറം എന്ന് പറഞ്ഞൊരാളുടെ പേരിൽ ഒരു ചോദ്യം കൃത്രിമമായി ഉണ്ടാക്കി കൊടുത്തിട്ട് പത്രാധിപരുടെ മറുപടി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്.
ഇത് അന്ന് ഞാൻ എഴുതിയതുപോലെയാണോ ഉള്ളത്, അന്ന് പറഞ്ഞതുപോലെയാണോ ഉള്ളത്? അല്ല, ജബ്ബാർ മൗലവിക്ക് വേണ്ടി മൈന്യൂട്ടായി ആ വാചകങ്ങളെ ക്രമീകരിച്ച് മാസങ്ങളോളം അത് പൂഴ്ത്തിവെച്ചതിനു ശേഷമല്ലയോ 2008 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, അതേ ജബ്ബാർ മൗലവിയുടെ വാചകം ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ജബ്ബാർ മൗലവിയെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് മറുപടി എഴുതിക്കാനാണ് ജബ്ബാർ മൗലവിക്കൽ പോയത് എന്ന് നീട്ടിപ്പറഞ്ഞ ഹുസൈൻ മൗലവി, നിങ്ങളോട് ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് എഴുതിയത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ പത്രാധിപരുടെ മറുപടി എന്ന രൂപത്തിലോ അതല്ലെങ്കിൽ പത്രാധിപർ മറുപടി എന്ന രൂപത്തിൽ എഴുതിയ ഈ വാചകമെങ്കിലും ജബ്ബാർ മൗലവി അംഗീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ലെന്നു മാത്രമല്ല, മാസങ്ങളോളം അദ്ദേഹം പിണങ്ങി നടന്നു. ഇനി മേലിൽ ഞാൻ ഇസ്ലാഹിൽ എഴുതില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വല്ലുപ്പയുടെ ദാർഢ്യം കാണിച്ചു. ഇനി എൻ്റെ ലേഖനങ്ങൾ ഇസ്ലാഹിൽ തരില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇസ്ലാഹിനെതിരാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മൂപ്പർ ഔങ്ങിയിരുന്നതിന് ശേഷം ഇതിനെ തുടർന്ന് വന്ന കഥകൾ ഒരുപാട് പറയാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തുറക്കധ്യായം ഒന്നിന് പുറകെ ഒന്നായി പറയും. നിങ്ങളിപ്പോൾ പറഞ്ഞ ഹറാം എന്നൊക്കെ പറയണ്ടല്ലോ, അതേ കള്ളുകുടിക്കൽ, അതേ ശിർക്കൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാം എന്ന വിധിയാണ് അതിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞും കഥ തുടരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു സംഗതി സൂചിപ്പിക്കുകയാണ്. ഇത് 2008 ആഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ ഇസ്ലാഹാണ്. ഇത് 2008 ജൂലൈ മാസത്തിൽ എഴുതിയ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹിൽ ഒരു ലേഖനം ഞാൻ വായിച്ചു തരാം. എന്താണ് ഈ ലേഖനത്തിലുള്ളത് എന്നറിയുമോ? നോക്കൂ നിങ്ങൾ, ഇതിലുള്ള ഒരു ലേഖനം ഏതാന്ന് എന്ന് ചോദിച്ചാൽ നമുക്കിതിൽ കാണാം. എന്തെന്നറിയോ? ഒരു ലേഖനം, കാടൻ്റെ കഥ പോലും കടവനില്ല എന്നൊരു ലേഖനം. ഈ ലേഖനം ആരാ എഴുതിയത്? കേട്ടോളൂ. പൂക്കുപോലക്കൽ പോക്കു എന്ന് പറയുന്ന ഒരാള് എഴുതിയ ലേഖനം. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരാളെ മലയാളക്കരയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ? ഈ പേരുള്ള, ഈ അഡ്രസ്സിലുള്ള ഒരാളെ നിങ്ങൾക്ക് മലയാളക്കരയിൽ കാണിച്ചു തരാൻ കഴിയുമോ? കാടൻ്റെ കഥ പോലും കടവനില്ല, പൂക്കുംപാലക്കൽ പോക്കൂ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇത് 2008 ജൂലൈ മാസത്തെ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹിൽ അത് മറിച്ചു നോക്കിയാൽ അതിൻ്റെ 37-ാമത്തെ പേജിൽ ഒരു ലേഖനം കാണാം. എന്താണ് ആ ലേഖനം എന്നറിയുമോ? ഇതിൽ കാണുന്ന ലേഖനം ഏതാന്ന് ചോദിച്ചാൽ അതേ ഒരു വലിയ ലേഖനമാണ്. ആ ലേഖനം എഴുതിയ ആള് ആരാന്നറിയുമോ? നേരത്തെ പൂക്കുംപാലക്കൽ പോക്കു എന്നായിരുന്നു പേരെങ്കിൽ ഇതാ ഇതിൽ അയാളുടെ പേര് മാറുന്നു. ആ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ 16-ാമത്തെ പേജ്. ഈ 16-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നെല്ലിക്കുത്ത് എന്നോരുടെ സദറും നെഹ്റും കൂടെ ഇന്ത്യയും ചുക്കുചോലക്കൽ ചേക്കു. ഇത് പൂക്കുംപാലക്കൽ പോക്കു. ഈ രണ്ടെണ്ണം ഞാൻ അതിൻ്റെ അപ്പുറം ഇപ്പുറം വായിച്ചിട്ടോ എന്ന് ചോദിക്കണ്ട, ഒറിജിനലാണ്. നിങ്ങൾക്ക് ആർക്കും വന്ന് മറിച്ച് നോക്കാം. ഇത് ഞാൻ ചോദിക്കുന്നു, ഹു ഈസ് ദിസ്? ആരാടോ ഇത്? മൻഹാദ? ആരാ ഇത്? ഈ ചോക്കുംപാലക്കൽ ചോക്കും പൂക്കുംപാലക്കൽ പോക്കും ആരാ ഇത്? ഹുസൈൻ സലഫി മറുപടി പറയണം. ആരാ ഇത്? നിങ്ങൾ പറഞ്ഞ ഫളീലത്തു ശൈഖ് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് പൂക്കുംപാലക്കൽ പോക്കും അത് ചുക്കുചോലക്കൽ ചേക്കുവും. എന്തുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പേര് മാറ്റി ഇസ്ലാഹിൽ എഴുതിയത്? മറുപടി പറയണം ഷാർജക്കാരൻ, മറുപടി പറയണം. ഇത് ഫൈസൽ മുസ്ലിയാർ തന്ന വടിയാണ്. നന്നൊരു പെരുക്കിയതാ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, മനസ്സിലാക്കണം. ഇത് ഫൈസൽ മുസ്ലിയാർ അറിഞ്ഞു കൊടുക്കുന്ന പണിയാണ്. കാര്യം മൂപ്പര് മിണ്ടുന്നില്ല, കള്ളായത്തോതി ദുർവ്യാഖ്യാനിച്ചിട്ട് മൂപ്പര് സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ ഫൈസൽ മുസ്ലിയാർ ഇട്ട് തന്നതാണ്. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കണമെങ്കിൽ ജബ്ബാർ മൗലവിക്ക് അന്ന് കിട്ടിയ ഷോക്ക് എന്താണ് എന്നുള്ളത് ബോധമുള്ള, വിവരമുള്ള, ചിന്തയുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. ഇനി ഹുസൈൻ സലഫി പറഞ്ഞത് ഹക്കാണോ, സത്യമാണോ, റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യമാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പ്രസംഗിച്ചത് തിരുവനന്തപുരത്ത് നിന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? നിങ്ങളല്ലാത്ത സാക്ഷികൾ അതിനില്ലേ? അന്ന് നിങ്ങളുടെ കൂടെ വന്നവരില്ലേ? ഞാനൊരു പക്ഷേ കേന്നമന് വേണ്ടി പറയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ആക്ഷേപിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളില്ലേ? ആ രംഗം കണ്ടവരില്ലേ? ബഹുമാനായ അബ്ദുൽ ഖാദർ ഹാജിയില്ലേ? ആ അബ്ദുൽ ഖാദർ ഹാജി തന്നെയും കൃത്യമായി പറഞ്ഞില്ലേ വാചകങ്ങൾ? നിങ്ങൾ ആ ഏതെങ്കിലും കുരുക്കിൽപ്പെടാൻ ഞങ്ങൾ പറയുന്നതാണോ? അല്ലല്ലോ. നിങ്ങൾ തൽക്കാലം തടിസലാമത്താക്കാൻ
ഈ പൊതുജനത്തെ കബളിപ്പിക്കാൻ, കേരളീയ ജനതയെ കബളിപ്പിക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ കബളിപ്പിക്കാൻ, മുജാഹിദ് കേരളത്തെ കബളിപ്പിക്കാൻ കളവ് തട്ടിവിട്ടതല്ലേ? സത്യത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്ന് അന്ന് കൂടെ വന്ന ഖാദർ ഹാജി വളരെ വ്യക്തമായി പരസ്യമായി പറഞ്ഞതുണ്ട്. അതുകൂടി കേട്ടാൽ കൊച്ചിയിൽ ഫൈസൽ മുസ്ലിയാർ നടത്തിയ തട്ടിപ്പും അതോടൊപ്പം അദ്ദേഹം ഇട്ട ക്ലിപ്പിൽ പറഞ്ഞ കാര്യവുമൊക്കെ സ്പഷ്ടമായി മലയാളം തിരിയുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. 2007 ഏപ്രിൽ മാസം ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി. ഈ ഇരിക്കുന്ന ബഹുമാന്യനായ എന്റെ നേതാവ് വളരെയധികം വ്യസനത്തോടു കൂടി പറഞ്ഞു, ഈയുള്ളവനെ വിളിച്ചു പറഞ്ഞു, അബ്ദുൽ ഖാദർ ഹാജി, എന്റെ ഇസ്ലാഹി ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിച്ച വിഷമം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ഇല്ല സർ, അദ്ദേഹത്തിനടുത്ത് പോകുന്നുണ്ട്, അദ്ദേഹത്തിനോട് കാര്യം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫി എന്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് കരുവമ്പലിനെയും കൂട്ടിക്കൊണ്ട് ജബ്ബാർ മൗലവിന്റെ വീട്ടിൽ പോയി. വളരെയധികം വേദനയോടുകൂടി പറഞ്ഞു, അനസ് മൗലവിയുണ്ട്, നാണി ഹാജിയുണ്ട്. സംസാരിച്ച് വൈകുന്നേരമായപ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു, അദ്ദേഹം യാതൊരു നിലക്കും വഴങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചർച്ച തുടരാം, അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിക്കാം. ഞാൻ വണ്ടി പറഞ്ഞയച്ചു, അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ താഴത്തിരുന്ന പള്ളിയിൽ വെച്ച് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു, ഏശാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു. അവസാനം പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾ പറയുന്ന രീതിയിൽ. ഈ ഉള്ളവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നല്ല മുജാഹിദ് പ്രസ്ഥാനം, ഇതിന്റെ മുൻനിര നേതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം നിങ്ങളെ ഈ വാക്കുകൾ കൊണ്ട്, നിങ്ങളെ വരികൾ കൊണ്ട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തു കൊടുത്തേ മതിയാവും, എങ്കിൽ നിങ്ങൾ തിരുത്തു കൊടുത്തോ എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഹുസൈൻ സലഫിയും അബ്ദുറഹ്മാൻ സലഫിയും കൂടി അതിന് തിരുത്തി എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് അനസ് മൗലവിയും ഹുസൈൻ സലഫിയും കൂടി എഴുതാമെന്ന് തീരുമാനിക്കുകയും അബ്ദുറഹ്മാൻ സലഫിയെ കാണിക്കുകയും പിന്നീട് എല്ലാ മാസവും ഇറങ്ങുന്നതിന് മുമ്പിട്ട് AP വിളിക്കും, അല്ല ഈ മാസം തിരുത്തുണ്ടാവോ, ഈ ഉള്ളവൻ വിളിക്കും. ഇതൊക്കെ ഹക്കാണ്, സത്യമാണ്. ഇവരൊക്കെ പറയുന്നുണ്ട്, തന്നില്ല, തിരുത്ത് തന്നില്ല, ഡിസംബർ തന്നു, ജനുവരി കൊടുത്തും ഇല്ല, മാസങ്ങളോളം കൊടുത്തു, പ്രസിദ്ധീകരിക്കുന്നില്ല. അവസാനം നാദാപുരത്ത് വെച്ച് ഇസ്ലാഹിന്റെ എക്സിക്യൂട്ടീവിൽ ഹുസൈൻ സലഫി പറഞ്ഞു, ഈ ഉള്ളവന്റെ നാവ് കൊണ്ടാണ് ഈ മാസിക വളർത്തിയെടുത്തത്, ഈ നാവ് കൊണ്ട് തന്നെ ഞാനിത് തകർത്തും, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അത്രത്തോളം ധീരമായി സംസാരിച്ച അദ്ദേഹം പിന്നീട് ഈ സമ്മേളനത്തിന് തൊട്ട് മുമ്പുള്ള മാസം അത്തോളി മേഖലയിൽ സംഘടിപ്പിച്ച സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഹുസൈൻ സലഫിയുടെ ആ സംസാരത്തിന് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ സക്കരിയ സലാഹി വിളിക്കാൻ തുടങ്ങി. നജിമുദ്ദീനുണ്ട് സാക്ഷി, കരുവമ്പയിലുണ്ട് സാക്ഷി, ഈ ഉള്ളവനുണ്ട്. ഷിർക്കാന്ന് പറയരുതേ സലഫി. ഹുസൈൻ സലഫിയുടെ മറുപടി, ഷിർക്കായ ഒരു കാര്യം ഞാൻ എങ്ങനെ ഷിർക്കല്ല എന്ന് പറയും, നിഷേധിക്കുമോ? രണ്ടുപേരോടുമാണ് ചോദ്യം. സക്കരിയ സലാഹി ഫോൺ വിളിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുമോ? അതല്ല ഹുസൈൻ സലഫി ഇത് കേട്ടിട്ടില്ല എന്ന് സമ്മതിക്കുമോ? രണ്ടും നടക്കില്ല. സക്കരിയ സലാഹി വിളിച്ചു, ഹുസൈൻ സലഫി ഫോൺ കട്ടാക്കി. പിന്നീട് കരുവമ്പയിലെ ഫോണിലാണ് വിളിച്ചത്. എന്നിട്ടും പറഞ്ഞു. അന്ന് വൈകുന്നേരവും അദ്ദേഹം വളരെയധികം പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് മുജാഹിദുകൾക്ക് മനസ്സിന് സമാധാനം നൽകി. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ. കണ്ടോ സഹോദരങ്ങളെ, അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇത് ഒരൊറ്റൊരാളല്ല, ഇതിനൊരുപാട് ആളുകൾ സാക്ഷിയുണ്ട്. അന്ന് വന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. എന്നിട്ട് വീണ്ടും കൊച്ചിയിൽ വന്നിട്ട് ഈ സാധുക്കളായ ആളുകളെ അവരെ മുന്നിലിരുത്തിയിട്ട് കുറെ വിശകാരെ ഇരുത്തിയിട്ട് കബളിപ്പിച്ചത് മുറിച്ച് പിന്നെ ലോകം മുഴുവൻ തബലുല്ലാഫാക്ക് ലോകം മുഴുവൻ എത്തിച്ചിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നാണ് ഈ സാധുക്കൾ വിചാരിക്കുന്നത്. താൽക്കാലികമായ ലാഭം നിങ്ങൾക്കുണ്ടാകാം, താൽക്കാലികമായ തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ നടക്കാം. പക്ഷേ ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും നിങ്ങളാൽ പിഴപ്പിക്കപ്പെട്ട കൗമടക്കം നാളെ ആഖിറത്തിൽ എത്തുന്നൊരു ദിവസമുണ്ട്. അന്ന് ജബ്ബാർ മൗലവിയുടെ വീടിങ്ങനെ വരും, ആ ഇരിപ്പിങ്ങനെ വരും, സംസാരം ഇങ്ങനെ വരും, എഴുത്തിങ്ങനെ വരും, രേഖകൾ ഇങ്ങനെ ഹാജരാക്കും, നീതിയുടെ തുലാസ് സ്ഥാപിക്കും. ആ ദിവസം നിങ്ങൾക്ക് കളവ് പറയാൻ പറ്റില്ല. അന്ന് ഈ സത്യം മുഴുവൻ മാലോകരറിയും എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ആരും ആട്ടി അകറ്റിയവരല്ല നമ്മൾ. ജബ്ബാർ മൗലവി ആകട്ടെ, ഹുസൈൻ സലഫി ആകട്ടെ, സക്കരിയ മൗലവി ആകട്ടെ, ഇവരെയൊക്കെ ചുറ്റും നിന്ന് വലയം തീർത്ത് പ്രൊട്ടക്ഷൻ തീർത്ത ആളുകളാണ് ഞങ്ങൾ. അവർക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പ്രമാണവിരുദ്ധമായത് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന മൈക്ക് നിങ്ങൾക്കെതിരെ തിരിച്ചു വെക്കുമെന്ന് ബഹ്റൈൻ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് തന്നെ സക്കരിയ സലാഹിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. ഏതൊരു കാലഘട്ടത്തിൽ ഈ തൗഹീദിനും ദീനിനുമെതിരായി നിങ്ങൾ മാറുന്നുവോ
അന്ന് ഈ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന നാവും ഈ മൈക്കും നിങ്ങൾക്കെതിരെ തിരിച്ചു വെക്കും, മുഖം നോക്കാതെ ഞങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയണം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000ങ്ങളിൽ അല്ലെങ്കിൽ 900ങ്ങളിൽ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന സലഫി ലോകത്തെ തകർക്കുക എന്ന രൂപത്തിൽ രൂപപ്പെട്ടു വന്ന ചിന്താ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം സലഫി ലോകത്തെ പിളർത്തിപ്പോയി എങ്കിൽ അക്കാലഘട്ടത്തിൽ ദീനിന്റെ ശത്രുക്കൾ, സലഫിയത്തിന്റെ ശത്രുക്കൾ ഇട്ടുകൊടുത്ത സർവ്വവാദങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് വിശിഷ്ട വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കേരളീയ രൂപമാണ് മർക്കസുദ് ദഅവ എന്ന് പറയുന്ന സംഘടനയായി രൂപപ്പെട്ടത്. ഈ സലഫി ലോകത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പിളർപ്പ് എന്ന് പറയാൻ കഴിയുന്ന 2002 പിളർപ്പിൽ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ മർക്കസുദ് ദഅവ രൂപീകരിച്ച ഏതെല്ലാം വാദമുണ്ടോ ആ വാദങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് മറ്റൊരു സംഘമായി അഥവാ മർക്കസുദ് ദഅവ പെറ്റിട്ട ചാപ്പിള്ളയായി പ്രവർത്തിക്കുകയാണ് വിസ്റ്റം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിസ്റ്റംകാർ ഉന്നയിക്കുന്ന അതിവാദങ്ങളെല്ലാം കഷ്ഫൊഴികെയുള്ള സർവാധിവാദങ്ങളും മർക്കസുദ് ദഅവയുടെ ചിന്താ പ്രസ്ഥാനങ്ങളിൽ അവരുടെ രേഖകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. ആ രേഖകളിൽ നിന്ന് കടമെടുത്ത് ഒരു ചാപ്പിള്ളയായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വിസ്റ്റം എന്ന് പറയുന്ന ആ പ്രസ്ഥാനമെന്ന് തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ അതിനാവശ്യമായ സർവ്വ സംവാദങ്ങളും സർവ്വ തെളിവുകളും നിരത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുമെന്ന് മാത്രമാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫൈസൽ മുസ്ലിയാർ വലിച്ചു കൊണ്ടുവന്ന ഈ വിഷയം അത് ഹുസൈൻ സലഫി തന്നെ പറയണം. ഇൻഷാ അല്ലാഹ് സാക്ഷികളെ ഞാൻ ഹാജരാക്കാം, നേർക്കുനേരെ തന്നെ ഇരുന്നിട്ട് ആ വിഷയം സംസാരിക്കാം. ആ വിഷയത്തിൽ എന്തു സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹവുമായി നേർക്കുനേരെ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ ലൈവായി പ്രക്ഷേപണം ചെയ്ത് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുകൂടി ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.